ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. ഉമ്മച്ചിക്കൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. സക്സസ് ആവുമല്ലേ എന്നൊന്നും അറിയില്ല, എന്തായാലും ചെയ്ത് നോക്കാം. ഇട്ടാണെങ്കിൽ ഈ വീഡിയോ ഇടാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാനിടാം. ഓക്കെ. ഉമ്മച്ചി ഇന്ന് നല്ല തിരക്കിലാണ്, നോമ്പ് പണിയൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്, തീരെ ഒഴിവില്ല. ഞാൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. കുളിക്കാൻ കയറി നിസ്കരിക്കാൻ പോകുമ്പോൾ വേണം വീഡിയോ സെറ്റ് ചെയ്യാൻ. ഒരു ഫോണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു, ഇനി ഒന്ന് അവിടെ സെറ്റ് ചെയ്യണം. ഭക്ഷണം കണ്ടിട്ട് നല്ല വേദന ഉണ്ട്. ചൂട് വെച്ചിട്ട് കുട്ടീനെ ചീർപ്പാണ് മമ്മ പൊന്നിന് ടീപ്പാണ് ടീപ്പ്. മമ്മ കൂട്ടുകാരല്ലേ? കുഞ്ഞുമാൻ്റെ കൗത്തിലെന്താടി കുഞ്ഞുമാലേ വരെ ഓൻ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇങ്ങനത്തെ എന്താണ് സംഭവം? എന്താ അമ്മ മരിച്ചതാവൂല എന്തെങ്കിലും എങ്ങനെയും ഓന്റെ ബാഗിൽ എങ്ങനെ പെടുന്നുള്ളത് ചെറിയ ഓൻ അങ്ങനത്തെ ഒരു പരിപാടി എന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടിയല്ലോ ഓനെ. ഇത് ഇന്ന് 2 ദിവസം മുന്നേ ഞാൻ അവന്റെ ബാഗിൽ കണ്ടു. അന്ന് ഈ പറഞ്ഞ പോലെ എങ്ങനെയും പെട്ടത്. ഇന്നാ കുട്ടികളെ തള്ളാരെ കൗത്തത്തിലാണ് ഓരോരുത്തർ പോണ ഓരൊക്കെ എന്നും എനിക്ക് തോന്നുന്നുണ്ടോ? ആരും വിശ്വസിക്കാൻ പറ്റൂലമ്മ. ചോദിച്ചതന്നെ വേണോ? ചോദിച്ചോക്കട്ടെ. ഓണ്ടല്ലോ കട ഞാൻ ചോദിച്ചോക്കട്ടെ. അങ്ങനത്തെ പണിയൊന്നും ഒന്നും വരെ ചെയ്തിട്ടില്ല. എന്നാ പിന്നെ അത് കാറ്റിന് പറന്നോ അവന്റെ ബാഗിൽ പോകുന്നില്ല. ഇപ്പൊ ഇങ്ങനെ കുഞ്ഞിന്റെ ബാഗില് ഇന്ന് വരെ ഓൻ അങ്ങനത്തെ ഇതില്ല. ഞാൻ ഇന്നലെ തുടങ്ങിയെങ്കിലോ ഞാൻ തുടങ്ങണെങ്കിലോ ഓനെ വിളിച്ചേ ഇങ്ങനെ എങ്ങനെ ആയാ പറ്റുമോ? ഓനെ വിളിച്ച് ഞാൻ ചോദിച്ചോട്ടെ. ഇന്ന് വരെ ഓൻ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. എങ്ങനെ പിന്നെ ഞാൻ തൊടാറേക്കാരതാ നിസ്കാരപ്പഴം തൊടണ്ട. ഇങ്ങനത്തെ ഇതെന്താണ്? സനിയ ജവിടെ എന്നിട്ട് വരികെന്ന് ചോദിച്ചു. ഞാൻ കൂട്ടിയതാ നോക്കിയേക്കെ. എന്റെ പേരിന്നൊരു ഇത് കിട്ടിയിരുന്നു. മാന്റെ കുട്ടി സത്യം പറഞ്ഞു. ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി എന്റെ അടുത്ത് കണ്ടിട്ടില്ല. തുടങ്ങിയത് മാന്റെ കുട്ടി സത്യം പറഞ്ഞു. ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി എന്റെ അടുത്ത് കണ്ടിട്ടില്ല. തുടങ്ങിയത് പിന്നെ എന്റെ ബാഗിൽ വെറുതെ വരുമോ? പിന്നെ ഇങ്ങനെ വെറുതെ വരുമോ? അത് തന്നാല് വരുമോ? മാന്റെ കുട്ടി ഉമ്മാനോട് സത്യം പറയും. നോണെന്നു പറയാൻ പാടില്ല. അമ്മ എത്ര കഷ്ടപ്പെട്ട് കാണും അമ്മ കുട്ടികളെ വളർത്തി. പിന്നെ എങ്ങനെ ബാഗിൽ വരുന്നോ? എനിക്കറിയില്ല. ഓള് കൊണ്ടുപോയിട്ട് 2 ദിവസം മുമ്പ് ഇങ്ങനെ ഉണ്ടായിക്കണോന്ന് ഞാൻ വലിച്ചിട്ടില്ല. ചെയ്യാത്ത കുറ്റം എന്തായാലും ഞാൻ ഏറ്റെടുക്കൂല. ഞാൻ വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. സനു സത്യം പറഞ്ഞു. ഉമ്മാനോട് സത്യം പറഞ്ഞു. നിങ്ങളെ ഞാൻ എങ്ങനെ നോക്കിണ്ടാക്കിയതാണ്? ഒരു വാപ്പ ഞാൻ നോക്കിണ്ടാക്കുക. അല്ലെങ്കിലേ കമ്പനി ഓരോ വർക്ക് പ്രഷറാ. അപ്പൊ വീട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. ഷാലു സിഗരറ്റ് വലിച്ചിട്ടില്ല. എന്നായിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വലിച്ചു. ഞാൻ വലിച്ചു. കള്ളൊന്നും അല്ലല്ലോ കുടിച്ചിട്ടുണ്ട്. സിഗരറ്റ് അല്ലേ? ഞാനങ്ങോട്ട് വലിച്ചു. ഞാൻ വലിച്ചു. കള്ളൊന്നും അല്ലല്ലോ കുടിച്ചിട്ടുണ്ട്. സിഗരറ്റ്
തൊള്ള പറഞ്ഞില്ല ചേച്ചി വലിച്ചു എന്താ പറയേണ്ടത്? സത്യം സത്യം എന്നോട് സത്യം പറയും. ഞാൻ കൊറേ കഷ്ടപ്പെട്ട് ഞാൻ വലിച്ചു, സത്യം ഞാൻ വലിച്ചു. ഞാൻ കണ്ടു. ഇതൊക്കെ ഇപ്പത്തെ ചെക്കന്മാർക്ക് ഇല്ലാത്താണോ? ചെക്കന്മാർക്കുള്ള എന്നെ എങ്ങനെ നോക്കിയതാ സാധനമ്മ വലിച്ചരാ വലിച്ചു സമ്മതിച്ചു ഞാൻ കണ്ടില്ലേ. പണി കാട്ടാൻ പാടില്ലേ? ഞാൻ അത്ര ബുദ്ധിമുട്ടിയായി ഇരിക്കോടെ ഇരിക്കാൻ മനസ്സിലാക്കണല്ലോ. ആദ്യം ഓനക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇതിപ്പോ എത്ര വലിയ തെറ്റാണമ്മ. തെറ്റന്നെയാണ്. ഇമ്മ കുട്ടി ഓരോരുത്തർ കണ്ടിട്ടില്ല. ഇനി ഇത് എന്തെല്ലാം തുടങ്ങും. കഞ്ചാവ് എന്തെല്ലാം ഞാൻ ഉമ്മാനോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ ചെയ്യൂല അത്ര വിശ്വസിച്ചതല്ലേ. എത്ര കഷ്ടപ്പെട്ട് കണ്ട് വളർത്തിയെന്ന് എനിക്കറിയില്ല. എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ് അതെനിക്കറിയും. ഇത് വലിയൊരാളായപ്പോ ഇന്ന് പറഞ്ഞ അനുസരിക്കാറായില്ല. ഞാൻ പപ്പാനോട് പറയുന്നതാണ് ഫോൺ കൊടുന്ന നിങ്ങളിപ്പാനോട് പറയാം എന്താ കാര്യം. ഇങ്ങനെ മരത്തോളം പറയണേ സനിയ. എന്തോരെന്താ കണ്ടിട്ടില്ല. വെറുതെ വരെ കൊല്ലണോലെ കേട്ടിട്ടില്ല. ചത്രകാല വാർത്തകളാണ് കേട്ടത്. അതൊന്നും നിങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ വെക്കാണ്ട് തന്നെയാണ് ഓരോ മക്കളും കേടേണ്ടെന്ന ഈ ഉമ്മാരൊക്കെ നല്ലത് വളർത്തിണ്ടാക്കിയ കുട്ടികളെ കാലതൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണമ്മ. കുറച്ച് സ്വൈര്യം തരും രണ്ടാളും കൂടെ. കുറച്ച് സ്വൈര്യം തരും രണ്ടാളും കൂടെ. ചെയ്തതല്ല ഞങ്ങൾ പറയുന്നതാ പ്രശ്നം. എന്ത് കാര്യം ഇങ്ങനെ ഉമ്മ കുട്ടിയത് നിർത്തുക. നിർത്തില്ല എന്നുള്ളതല്ല, ചെയ്തോ ഇല്ല എന്നുള്ളതല്ലേ. നിർത്തൂല നിർത്തൂല. ഉമ്മയാണ് ചോദിച്ചിട്ടുള്ളത്. ഉമ്മാനെ സത്യം ചെയ്ത് നല്ല പറയാ ആൾക്കാർ കേൾക്കുന്ന സത്യം ചെയ്ത് ഇതുവരെ ഉമ്മ കുട്ടി ഇങ്ങനെ മാസത്തിനോട് എങ്ങനെയൊക്കെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്ര നന്മയാണ് എനിക്ക് കേൾക്കുമ്പോ എന്ത് സന്തോഷമാണ് അറിയാം. ഞാനൊരു ഇപ്പൊ ഞാൻ വളർത്തുമ്പോ നിങ്ങൾക്കറിയാം ഞാനെങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതെന്ന് ഇവിടെ നാട്ടുകാർക്കറിയാം. എല്ലാവർക്കും അറിയാം ഞാനെങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ജീവിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ വലുതായി പിന്നെ ചതിക്കുക. എന്നിങ്ങനെ ആയത് അവൻ കൂടെ ഒന്ന് പറഞ്ഞ ഓരോന്നും ഉണ്ടാക്കിയതാണല്ലോ. അത് ചെയ്തിട്ടല്ലേ സമയം പറയണത്. ബോട്ടി നിർത്തൂലത്. ജന്മ തുടങ്ങിയതത്. ഉമ്മ കാര്യമില്ലാതെ നിങ്ങൾ അടിച്ചലുണ്ടോ? ഇല്ലല്ലോ. കാര്യമില്ലാതെ അടിച്ചല്ലോക്കിക്കൊണ്ട് പിന്നെ എന്താ എനിക്ക് പറ്റിയത്? ഇപ്പൊ എന്താ ഇങ്ങനെ സംഭവിച്ചു? പറയേ ഞാൻ കുഞ്ഞോനൊക്കെ ഇന്ന് വരെ ഒരു സിഗരറ്റ് പോയി എന്തെങ്കിലും വലിച്ചു കണ്ടുകൂണോ? ആരെങ്കിലും കണ്ടുകൂണോ? അങ്ങനെ കേടാൻ നടക്കുന്ന മക്കളെ സിഗരറ്റ് വലിച്ചെന്ന് പറയണ ഇന്നത്തെ കാലം മോശമാണ് സാറിന്. ആരും പേടില്ല. എനിക്ക് ഇപ്പാനും പേടില്ല. ഞാൻ ഇപ്പാനോട് പറയണേ ആ ഫോൺ കൊണ്ടേ പറയട്ടെ നിർത്തും മട്ടി പറയട്ടമ്മ. ഇപ്പൊ പറഞ്ഞാൽ ശരിയാകാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല. ഇപ്പൊ കറിഞ്ഞാൽ എന്ത് മോശമുണ്ട്. ഞാൻ നിങ്ങളെ വാപ്പല്ലാതെ വളർത്തിയതല്ലേ. അതിലൊരു കേട് പറ്റിയിട്ടാണല്ലോ. റഫീഖ് മാഷൊക്കെ എന്നോട് എപ്പം കാണുമ്പോഴും പറയും എന്റെ ശരീരം എന്തോ ഒരു നല്ല കുട്ടിയാണ്. പിന്നെ എന്തേച്ച് ഇങ്ങനെ ആയത്? അമ്മ കുട്ടിക്ക് എന്ത് പറയാ? ഞാൻ എന്താ പറയാ, എല്ലാരും കൂടെ എന്നെ ഇതാക്കിയില്ല. എന്തിനാ ചെയ്തോ? എന്ന് തുടങ്ങിയതാ അത് പറയാ. എന്ത് തുടങ്ങിയതാ? എനിക്ക് ഉമ്മനെ സ്നേഹം തന്നല്ല വളർത്തിയത്. എന്നാലും ഞാൻ സ്നേഹത്തിനൊരു കുറവ് വരുത്തിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മടന്നെ ഞാൻ ജീവിച്ച അന്ന് മുതൽ ഇന്ന് വരെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയത് എന്നുള്ളത് എനിക്കറിയണം. പറയാ കുട്ടി നിർത്തൂലേ? നിർത്തൂലേ? അപ്പൊ പറഞ്ഞോട് പറയട്ടെ. പറയാ ഞാൻ കുഞ്ഞോനൊക്കെ ഇന്ന് വരെ ഒരു സിഗരറ്റ് പോയി എന്തെങ്കിലും വലിച്ചു കണ്ടുകൂണോ? ഉമ്മാനെ നോക്കാൻ നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങൾ വലുതായിട്ട് വേണം ഞാനൊന്ന് ജീവിക്കാന്ന് വിചാരിച്ച് നിൽക്കില്ലേന. ഇത് ജോലിക്ക് കയറിയപ്പോത്തിന് മൂട്ടി ഇങ്ങനെ ആവും. അപ്പൊ എന്നെ നോക്കാൻ ആരാഞ്ഞ്? ആകെ ഒരു തടിയിട്ട് നിങ്ങൾ മൂന്നാളും തന്നെയല്ലേ ഉള്ളൂ. സത്യമായിട്ട് വരില്ലേ? ഇനി ചെയ്തിട്ട് അങ്ങനെ
എന്നോട് പറയട്ടെ എന്നെ പറയുമ്പോ നീ ഇമ്മക്ക് അങ്ങനെ ചെയ്തപ്പോണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഇതങ്ങനെ ചെയ്തപ്പോണോന്ന് ഞാൻ പിന്നെ ഞാൻ ചോദിക്കണം അതുകൊണ്ടാണ് ഇമ്മ കുട്ടി അങ്ങനെ എന്നെ ചതിക്കൂല എനിക്കറിയാം ഇമ്മ കുട്ടി അങ്ങനെ ചെയ്തപ്പോണോ പ്രാങ്കാണ് ഇങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ പ്രാങ്കൊക്കെ ആക്കാൻ പാടുണ്ടോ യൂട്യൂബൊക്കെ ഇടാനേക്കാരം അത് തന്നെ വേണ്ട ആകെ ടെൻഷനായിരമ്മ സാരമില്ല This is just a prank. You can take us a prank. പ്രാങ്കാണ്. You can take us a prank. This is funny. ഞാനും വിചാരിച്ചു ഓൻ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടി പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാനും കരുതിയതൊന്നുമില്ല സാരമില്ലമ്മ നിന്നെ ഫോട്ടോ എടുക്കണ്ട മതി ഈ പറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു രണ്ടടിയെങ്കിലും അങ്ങോട്ടും കൂടി. അതുകൊണ്ട് എന്താ എനിക്ക് രണ്ടടി ഇട്ടില്ല. ഇല്ല ഇങ്ങനത്തെ പ്രാങ്കൊക്കെ ഉണ്ടാക്കരുത് മക്കളൂര് പണി കഴിഞ്ഞ് വന്നിരുന്നപ്പോ മക്കളെ കൊണ്ട് നല്ല കേട്ടിരുന്നു അതിന്റെ കഥ കഴിഞ്ഞു ഉണ്ടായിരമ്മ പ്രാങ്ക്. എന്താണ് പ്രാങ്കിനെ പറ്റിയുള്ള അഭിപ്രായം? എന്റെ സങ്കടം മാറണില്ല. പ്രാങ്കാണ് പ്രാങ്കാണമ്മ. ആയിക്കോട്ടെ എനിക്കിന്റെ അടുത്ത് വിട്ടോ ആയിക്കോട്ടെ എനിക്കിന്റെ അടുത്ത് വിട്ടോ എന്തമ്മ എന്ത് തലോനെ തച്ചിട്ടില്ലല്ലോ നിങ്ങളിങ്ങനെ? ഓനെ തച്ചിക്കണു ഉമ്മാന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പനോട് പറയാൻ നിൽക്കും വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാണ്. പിന്നെ ഇജ്ജ് പിന്നെ എന്റെ തൊള്ളോണ്ട് തന്നെ പറഞ്ഞപ്പോഴാണല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചായ കെട്ടിയത്. പിന്നെ മനസ്സനല്ലേ മാറുമല്ലോ അതെനിക്ക് ചിന്തിച്ചു. എത്ര കുട്ടികളാണ് ഉമ്മാരെ കൂട്ടുന്നത് അങ്ങനെ ഈ സിഗരറ്റും കുറ്റി ഇടുന്ന നിങ്ങള് ഒറിഞ്ഞ് കിട്ടിയത് അസർപ്പാക്കാനോട് പണിക്കുന്നില്ലേനോ? ഓര് വലിച്ചത് ഞാൻ തൊടുവന്ന് എടുത്തിടുന്നത്. നല്ല തീർത്ഥന്മാരെന്നെ പരിപാടി സാരല്ലേട്ടാ. അപ്പൊ എന്നാ വൈൻഡപ്പ് പറഞ്ഞാല് വീഡിയോ ഇടട്ടെ യൂട്യൂബില്. ഞാൻ യൂട്യൂബിൽ ഇടട്ടെ. യൂട്യൂബിലൊന്നും ഇടണ്ട.